ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ടേംസുകളാണ്. അതിൽ അവസാനം നമ്മൾ നിർത്തിയിട്ടുള്ളത് ക്യാഷ് ഡിസ്കൗണ്ടും അതുപോലെ ട്രേഡ് ഡിസ്കൗണ്ടും ആണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കമ്മീഷനാണ്. എന്താണ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, commission, it is a form of remuneration for services rendered by one person to another. അതായത് ഒരു വ്യക്തി മറ്റൊരാൾക്ക് എന്തെങ്കിലും സർവീസ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ പറയുന്ന പേരാണ് കമ്മീഷൻ. ഇപ്പോ ബ്രോക്കർമാർക്കൊക്കെ നമ്മൾ കമ്മീഷനാണ് കൊടുക്കുക. അപ്പൊ ബ്രോക്കറൊക്കെ ചെയ്യുന്നത് എന്താണ്, അയാളൊരു സർവീസ് എന്തെങ്കിലും ചിലപ്പോ എന്തെങ്കിലും കച്ചവടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സാധനങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുകയും, അപ്പൊ അങ്ങനെ നമുക്ക് ഏതെങ്കിലും കച്ചവടം ഉണ്ടാക്കി തന്നതിനൊക്കെ നമ്മൾ എന്തൊക്കെ ഒരു പ്രതിഫലം കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുന്നതിനൊക്കെയാണ് എന്ത് പറയാ, കമ്മീഷൻ എന്ന് പറയാം. അപ്പോ ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ രൂപത്തിൽ കൊടുക്കുന്നതിനാണ് എന്ത് പറയാ, കമ്മീഷൻ എന്ന് പറയാം. അടുത്ത ടേമാണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ടേക്സ് പ്ലേസ് വെൻ അസറ്റ് ഓർ സർവീസ് ഈസ് അക്വയർഡ്. അസറ്റ് അല്ലെങ്കിൽ സർവീസ് ഒക്കെ എന്താണ്, നേടിയെടുക്കുമ്പോൾ വരുന്ന ചെലവാണ് എന്ത്, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എക്സ്പെൻഡിച്ചർ എപ്പോഴും വരിക, അസറ്റ് സർവീസ് ഒക്കെ അക്വയർ ചെയ്ത സമയത്ത് വരുന്നതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ രണ്ട് വ്യത്യാസമാണ്. എക്സ്പെൻഡിച്ചറും എക്സ്പെൻസും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് പറഞ്ഞുതരാം. എക്സ്പെൻസ് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ആൻ എക്സ്പെൻഡിച്ചർ ഹൂസ് ബെനിഫിറ്റ് ഈസ് ഫിനിഷ്ഡ് ഓർ എൻജോയ്ഡ് ഇമ്മീഡിയറ്റ്ലി സച്ച് ആസ് സാലറി, റെന്റ് എക്സെട്ര. അതായത് ഇപ്പോ ഇവിടെ ആദ്യം എന്താണ്, ഒരു സർവീസ് എന്തെങ്കിലും കാര്യത്തിന്റെ സർവീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്തെങ്കിലും നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലെങ്കിൽ അത് നമ്മൾ അനുഭവിച്ചു, അതിനുശേഷം വരുന്ന ചെലവാണ് എന്ത്, എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും കാര്യം ഇപ്പോ സാലറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടാവും, എംപ്ലോയീസിന്റെ സർവീസ് നമ്മൾ എന്ത് ചെയ്ത് ഫുള്ള് നമുക്ക് കിട്ടി. ആ കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണ്ടേ, അവർക്ക് നമ്മൾ പിന്നീടാണ് സാലറി കൊടുക്കുക. അങ്ങനെ വരുന്നതാണ് എന്ത്, എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ റെന്റ് അങ്ങനെ തന്നെയാണ്. ഒരു മാസം നമ്മൾ മുന്നേ കൂട്ടി റെന്റ് കൊടുക്കൂല. ഒരു മാസം എന്താണ്, നമ്മൾ റൂം വാടകയ്ക്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ റൂം ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം തുടക്കത്തിൽ എന്ത് കൊടുക്കുന്നു, കഴിഞ്ഞ മാസത്തെ റെന്റ് കൊടുക്കുന്നു. അപ്പൊ എന്തെങ്കിലും സർവീസ് എന്ത് ചെയ്യാണ്, നമ്മൾ അനുഭവിച്ചു അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് ഫിനിഷ് ചെയ്തു, അതിന് ശേഷം വരുന്ന ചെലവാണ് എന്ത്, എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഈ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ അതിന്റെ കൺസ്യൂംഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നത്, ആദ്യം കൺസ്യൂം ചെയ്യുന്നു, എന്നിട്ട് എന്ത് എടുക്കുന്നു, അതിന് പേയ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുക. അതേസമയം എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഐറ്റം വാങ്ങിക്കുന്നത്, അസറ്റ് വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിനൊക്കെ പറ്റിയൊരു സാധനം വാങ്ങിക്കുകയാണ് നോക്കുക. അപ്പോ ഒരു അസറ്റ് വാങ്ങിച്ചു, ആ അസറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെലവുണ്ട്, നമുക്കത് മുന്നേ അനുഭവിച്ചിട്ടില്ല. എന്നിട്ട് എന്താണ്, ആദ്യം അതിന് എക്സ്പെൻസ് ക്യാഷ് കൊടുക്കുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, ഭാവിയിലാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ബെനിഫിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനുഭവിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനുള്ള പേയ്മെന്റ് എത്രയാണോ അത് കൊടുക്കുന്നു, അതാണ് എക്സ്പെൻസ്. അതേസമയം എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് കുറച്ച് മുടക്കുന്നു, എന്നിട്ട് അതിന്റെ ആ ബെനിഫിറ്റ് എന്ത് ചെയ്യണം, ഫ്യൂച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിൽ അനുഭവിക്കുക. അതാണ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പൊ രണ്ട് തമ്മിൽ ഡിഫറൻസ് പഠിച്ചു വെക്കുക. അടുത്താണ് അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പേഴ്സൺ ഓർ തിങ് ഈസ് കാൾഡ് ആൻ അക്കൗണ്ട്. അതായത് വ്യക്തിയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് ഫോമാണ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് അക്കൗണ്ട്. അത് ഓരോ വ്യക്തിക്കും സെപ്പറേറ്റ് ഉണ്ടാവും. ഒരു വസ്തു ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഉണ്ടാവും. ഇപ്പൊ ഫർണിച്ചറിന് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ വ്യക്തികളുടെ പേര് കാണുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊക്കെ എന്താണ്, അവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും സെപ്പറേറ്റ് എന്തുണ്ടാവും, അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അടുത്താണ് ഡെപ്റ്റർ. ആരാണ് ഡെപ്റ്റർ അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഓസ് മണി ടു അനദർ ഈസ് എ ഡെപ്റ്റർ. അതായത് മറ്റൊരാൾക്ക് കടം കൊടുക്കുന്ന ആളാണ് എന്ന് പറയാം, ശരിക്കും ഡെപ്റ്റർ എന്ന് പറയാം. മറ്റൊരാൾക്ക് കടം കൊടുക്കുന്ന ആളെ ഡെപ്റ്റർ എന്ന് പറയും. അപ്പോ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ അപ്പോ ബിസിനസ്സിന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ എന്താണ്, നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആൾക്കാർക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് ഡെപ്റ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് സ്ഥാപനം, നമ്മളെല്ലാവരും എന്താണ് ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്റ്മാരാണ്. അപ്പൊ ഇവിടെ ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് സ്ഥാപനത്തിലോട്ട് ക്യാഷ് തരാനുള്ള ആൾക്കാർക്ക് എന്ത് പറയാൻ പറ്റും, ഡെപ്റ്റർ എന്ന് പറയാൻ പറ്റും. അതാണ് അക്കൗണ്ട് റിസീവബിൾ. ഓക്കെ,
ഇനി അടുത്തത് ആരാണ്? ക്രെഡിറ്റർ ആണ്. എന്താണ് ക്രെഡിറ്റർ? മറ്റൊരു പേരെന്താണ്? അക്കൗണ്ട് പേയബിൾ ആണ് അല്ലെ? പണം നൽകേണ്ട ആളാണെന്ന് പറയാം ക്രെഡിറ്റർ എന്ന് പറയാം. സാധാരണ രീതിയിൽ പണം നൽകേണ്ട ആളാണെന്ന് പറയാം ക്രെഡിറ്റർ എന്ന് പറയാം. ഇതിനെ അക്കൗണ്ട് പേയബിൾ എന്ന് പറയും, ഡെപ്റ്റർ അക്കൗണ്ട് റെസീവബിൾ എന്ന് പറയും. അപ്പോ ഇപ്പോ ബിസിനസ്സിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്ഥാപനം എന്തുണ്ടാവും? പല സാധനങ്ങളും കടത്തിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ കടത്തിന് വാങ്ങിച്ച സാധനത്തിന് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഭാവിയിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണമല്ലോ. അങ്ങനെ പേയ്മെന്റ് കൊടുക്കേണ്ട ആൾക്കാരെ എന്ത് പറയാം? ക്രെഡിറ്റർ എന്ന് പറയാം. അപ്പൊ അത് ഓർത്തു വെക്കുക. ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ബിസിനസ്സിലോട്ട് ക്യാഷ് തരാനുള്ള ആൾക്കാരെന്ത് പറയും? ഡെപ്റ്റർ എന്ന് പറയും. നേരെ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ബിസിനസ് സ്ഥാപനം പല ഇടപാടുകൾ ഉണ്ടാവും, അവർക്ക് ഫ്യൂച്ചറിൽ പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ബിസിനസ് സ്ഥാപനം അങ്ങോട്ട് പുറത്തേക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. ആ പുറത്തേക്ക് ക്യാഷ് കൊടുക്കേണ്ട വ്യക്തികളെ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്താണ് അസറ്റ്. ആൻഡ് അസറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാല്യൂ ഓൺഡ് ബൈ എ ബിസിനസ്. ബിസിനസ് ഓൺ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിന്റെ വാല്യൂവിനെയാണ് എന്ത് പറയാം? അസറ്റ് എന്ന് പറയാം. ഒരുപാട് അസറ്റുകൾ ഉണ്ട്. ഫിസിക്കൽ ഒബ്ജക്റ്റ് ഉണ്ടാവും, അതുപോലെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള റൈറ്റുകൾ ഉണ്ട്. അതൊക്കെ അസറ്റ് ആണ്. മണി, അക്കൗണ്ട് റെസീവബിൾ, അതുപോലെ മെർക്കൻഡൈസ്, മെഷീനറി, ബിൽഡിംഗ്, ഇൻവെന്ററീസ്, ഇതൊക്കെ എന്താണ്? പൊതുവായിട്ടുള്ള അസറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ മൊത്തത്തിലുള്ള ബിസിനസ് ഓൺ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിന്റെ വാല്യൂസിന് എന്ത് പറയാം? അസറ്റ് എന്ന് പറയാം. അടുത്താണ് ലയബിലിറ്റി. ലയബിലിറ്റി എന്താണ്? ഡെപ്റ്റ് ഡ്യൂ ബൈ എ ബിസിനസ് ടു ഇറ്റ്സ് പ്രൊപ്പറേറ്റർ ആൻഡ് അതേഴ്സ്. അതായത് ബിസിനസ് അതിന്റെ പ്രൊപ്പറേറ്റേഴ്സിനും അതുപോലെ മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള ബാധ്യതകളാണ് എന്ത് പറയാം? അതായത് ഡെപ്റ്റ് ഡ്യൂസിനെയാണ് എന്ത് പറയാം? ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോ ബിസിനസിന്റെ പ്രൊപ്പറേറ്റർ അല്ലെ, ബിസിനസ് തുടങ്ങിയ ആള്, അയാൾക്ക് എന്തുണ്ട്? ശരിക്കും ബിസിനസ് അവർക്ക് എന്താണ്? ഒരു ബാധ്യത ഉണ്ട്. എങ്ങനെ ബാധ്യത? ഇപ്പൊ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലോട്ട് ഫണ്ട് കൊണ്ടുവന്ന ആളാണ്. ഈ ഫണ്ട് കൊണ്ടുവന്ന ആൾക്ക് ബിസിനസ്സിന് എന്തുണ്ട്? അങ്ങോട്ട് ഒരു ബാധ്യത ഉണ്ട്. എന്ത് ബാധ്യതയാണ്? ഈ ഫണ്ട് എന്ത് ചെയ്യണം? അയാൾക്ക് ബിസിനസ് ഒക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ അതെന്താണ്? നമ്മൾ എപ്പോഴും കാണിക്കുന്നത് ക്യാപിറ്റലൊക്കെ എന്താണ്? ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഒരിക്കലും എന്തില്ല? അസറ്റ് സൈഡിൽ കാണിക്കില്ല. എന്തുകൊണ്ടാണ് ഈ ലയബിലിറ്റി സൈഡ് കാണിക്കുന്നത്? അത് ബിസിനസ് സെപ്പറേറ്റ് ആണ്, ഓണർ സെപ്പറേറ്റ് ആണ്. അപ്പൊ ഏതൊരു സാഹചര്യത്തിൽ ബിസിനസ്സിന് എന്താണ്? എപ്പോഴും എന്താണ്? ബിസിനസ് ആശ്രയിച്ചാണ്? ഈ പ്രൊപ്പറേറ്ററെ ആശ്രയിച്ചാണ് കഴിയുന്നത് അല്ലെ? നിലനിൽക്കുന്നത് പ്രൊപ്പറേറ്ററെ ആശ്രയിച്ചാണ്. അപ്പൊ എപ്പോഴും എന്താണ്? ഈ ബിസിനസ് എന്തെങ്കിലും സാഹചര്യത്തിൽ ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് എന്ത് ചെയ്യണം? പ്രൊപ്പറേറ്റർക്ക് അയാൾ ഇറക്കിയ ക്യാഷ് എന്തെങ്കിലും കൊടുക്കാനും ബാധ്യസ്ഥനാണ്. ഓക്കെ, അതാണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത്. അതുപോലെ ക്രെഡിറ്റേഴ്സ് അല്ലെ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഡെപ്റ്റ് ഡ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് വൗച്ചർ. എനി റിട്ടൺ എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് കാൾഡ് എ വൗച്ചർ. അതായത് ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ദിനംപ്രതി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന റിട്ടൺ ആയിട്ടുള്ള എവിഡൻസിനെ പറയുന്ന പേരാണ് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിട്ടൺ ആയിട്ടുള്ള എവിഡൻസ് കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോ പലതരത്തിലുള്ള വൗച്ചർ കാര്യങ്ങളൊക്കെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ബിസിനസിന്റെ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന റിട്ടൺ ആയിട്ടുള്ള എവിഡൻസ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്. അടുത്താണ് ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താണ്? നമ്മള് ബിസിനസ് പർപ്പസിന് വേണ്ടി, അതായത് വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന കമ്മോഡിറ്റീസിനെ പറയുന്ന പേരാണ് മെർക്കൻഡൈസ് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ബിസിനസ് സ്ഥാപനം തന്നെ വീണ്ടും കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഐറ്റംസിനൊക്കെ പറയുന്ന പേരാണ് ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററീസ്. എന്താണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാല് ഗുഡ്സ് ഓർ മെർക്കൻഡൈസ് ഓൺ ഹാൻഡ് ദാറ്റ് ഈസ് ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് ഈസ് കാൾഡ് സ്റ്റോക്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓർ ഇൻവെന്ററി. അതായത് നമ്മുടെ കൈവശമുള്ള എന്താണ്? ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസോ അല്ലെങ്കിൽ എന്താണ്? നമ്മൾ വിൽക്കാതെ നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറയാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസോ അല്ലെങ്കിൽ നിലവിൽ നമ്മുടെ കയ്യിൽ വിറ്റു പോകാതെ കിടക്കുന്ന ഗുഡ്സിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക്, ഇൻവെന്ററി. ഇതിന് പറയുന്ന മറ്റു പേരാണ് സ്റ്റോക്ക് എന്ന് പറയും, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയും, ഇൻവെന്ററി എന്നൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. കുറച്ചുകൂടി ടേംസ് ഉണ്ട്, കുറച്ച് ഇനി അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകളും ഉണ്ട്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.